അത് കഴിഞ്ഞു ഞാൻ വി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടി. വി എഫ് എസിന് പോയപ്പോൾ എനിക്കറിയില്ലായിരുന്നു കറക്റ്റ് എമൗണ്ട് എവിടെ വാങ്ങത്തുള്ളൂ എന്നുള്ള കാര്യം. ഞാൻ 15,000 രൂപയായിട്ടാണ് പോയത്. അവിടെ വേണ്ടത് 11,171 രൂപയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൊടുത്തപ്പോൾ 11,200 രൂപ ഞാൻ കൊടുത്തത്. അപ്പം അവരവിടെ പറഞ്ഞു കറക്റ്റ് 11,171 രൂപ മാത്രമേ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചേഞ്ച് വേണ്ട, ബാക്കി എടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അവരൊരു രീതിയിൽ ഇതാക്കുന്നില്ല. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാനപ്പോൾ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ ജസ്റ്റ് കണ്ട പേര് മാത്രം ചോദിച്ചൊരു ചേട്ടനെ കണ്ട ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ രാവിലെ ചായ കുടിച്ചതിൻ്റെ മൈനസ് ബാക്കി പൈസ ഉണ്ട്, അത് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കറക്റ്റ് അത് 71 രൂപ ഉണ്ടായിരുന്നു. 100 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ആ 11,171 എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞു ഞാൻ വി എഫ് എസിന് വെയിറ്റ് ചെയ്യാനായിട്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെങ്കിലും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഡിസംബറും കൂടി ആയതുകൊണ്ട് ഞാനൊരു ഫുട്ബോൾ ഭയങ്കര കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഡിസംബർ 18 മെസ്സി വേൾഡ് കപ്പ് അടിച്ച ദിവസമാണ്. അപ്പം ആ ഒരു ഡേറ്റ് മുന്നേ ആയിട്ട് എനിക്ക് കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വി എഫ് എസ് മിനിമം 14 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ 18 ആവുന്നത് 11ാമത്തെ ദിവസമായിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തായാലും നടക്കില്ലെന്ന് അറിയത്തില്ല, എന്നാലും ആ ഡേറ്റിന് മുന്നേയായിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 15 ആയപ്പോൾ അവിടുന്ന് ഡിസ്പാച്ചായി. ഡിസംബർ 18 മുന്നേ ആയിട്ട് 17-ാം തീയതി തന്നെ എനിക്കത് വിസ കയ്യിൽ കിട്ടി. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോട്